ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിയേട്ടൻ ഇപ്പൊ കൊണ്ടുപോയി നശിപ്പിച്ചതേ എനിക്ക് കിട്ടേണ്ട അവകാശം. എത്ര തവണ ഞാനത് അച്ഛനോട് ചോദിച്ചതാ. അപ്പൊ കെട്ടിപ്പൊതിഞ്ഞു വെച്ചു. ഇപ്പൊ എന്തായി? മലവെള്ളത്തിൽ ഒളിച്ചു പോയതുപോലെ എല്ലാം പോയില്ലേ? എന്നെങ്കിലും കണ്ടാ ഞാൻ ചോദിക്കു വെച്ച. അക്കാര്യത്തിൽ അച്ഛന് സംശയമൊന്നും വേണ്ട. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാം നമ്മുടെ പ്രശ്നമാ, നമ്മുടെ വിധിയാ. ഹരി, സുജാതെ, എന്താ രാമകൃഷ്ണേട്ട വരാൻ പറഞ്ഞത്? പറയാ സുജാതെ, ഇരിക്ക്. അക്കൗണ്ടിലെ ബാക്കി ഉണ്ടായിരുന്ന പൈസയാ, അത് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നേരെയാവാൻ കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ. പക്ഷേ കൂടെ പണിയെടുത്ത തൊഴിലാളികളോടെ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഏതാ അവര് ചെയ്ത ജോലിക്ക് അവർക്ക് ശമ്പളം കൊടുക്കണ്ടായോ? മാത്രമല്ല ഇപ്പോ ഓണമായി. ഇത് നമുക്ക് തൽക്കാലം അവർക്ക് കൊടുക്കാം. രാമകൃഷ്ണേട്ട, അത് പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നത് വീടിന്റെ പറമ്പിന്റെ കാര്യത്തിലാ. അതിപ്പോ കമ്പനിക്കാരുടെ കസ്റ്റഡിയിലായി പോയില്ലേ. രാമകൃഷ്ണേട്ട, ഹരി ടെൻഷനായപ്പോ നമ്മളെല്ലാവരും കൂടി സമാധാനിപ്പിച്ചു. പക്ഷെ ഇനിയും ആവശ്യങ്ങൾ വരികയല്ലേ? ലോണിന്റെ തവണ മുടങ്ങാതെ നോക്കണം. മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും പണം ഇറക്കണം. அம்மா, என்னம்மா இதெல்லாம் இந்த மாதிரி? ஹரிசார் பிசினஸ் பண்ண போகும்போது பெருசா ஏதோ நடக்க போறேன்னு நான் நினைச்சேன். ஆனா இப்ப வந்து മോനെ ശരവണ, ഹരി നിത്യ വരുമ്പോഴേ അവരോട് ഇക്കാര്യം ചോദിക്കാൻ നിൽക്കണ്ട. ഇല്ലേ? രണ്ടാൾക്ക് നല്ല ടെൻഷനുണ്ട്. തൽക്കാലം ഈ പ്രശ്നം ഒന്നും തീരട്ടെ. ബാക്കിയെന്തും വരുന്നിടത്ത് വെച്ച് കാണാം. அல்ல, அந்த கம்பெனிக்காரருக்கு வந்து பெரிய ப்ராப்ளம் ஒன்றும் இல்லையே. சுவாமி அது முன்னாடியே சொல்லியிருக்க இல்லையா? பிசினஸ்ல ஏதாவது ப்ராப்ளம் வந்தா அவர்கிட்ட சொல்லியா போதும், அவரு അഡ്ജസ്റ്റ് பண்ணலாമെന്ന്. അവരത് ചെയ്യുമായിരിക്കും. പക്ഷെ അപ്പോഴും ഹരി ചോദിച്ചതുപോലെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. അല്ല സുജാതെ, നമ്മുടെ തീരുമാനം അത് തെറ്റിപ്പോയോ? എനിക്കറിയില്ല രാമകൃഷ്ണേട്ട. പക്ഷേ ഹരിയുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും നമ്മളിപ്പോ അവന്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അച്ഛാ, വിപിനോടെ മോളെ? മുകളിലുണ്ട്. അവനൊന്ന് വിളിച്ചേ. എന്താച്ചാ? നീ ഇവിടെ ഇരിക്കേ. ഹരിയുടെ നേതൃത്വത്തില് ഒരു കർഷക സംഘം ഉണ്ടാക്കിയതും അവര് ബിസിനസ് ആരംഭിച്ചതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അറിഞ്ഞു. അത് കുത്തുവാളെടുത്തല്ലോ. അവരൊന്ന് തോറ്റു. പക്ഷേ നീ പറയുന്ന പ്രയോഗത്തിന് അടുത്തായോന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ലാത്തവരുടെ കാര്യങ്ങള് അന്വേഷിക്കണ്ടെന്ന് അച്ഛൻ തന്നെയല്ലേ പറയാറ്.
പിന്നെ ഇവിടുന്ന ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം? പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരോടും. സാധാരണ മനുഷ്യർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ശത്രുവിനൊരു വീഴ്ച വന്ന അത് വല്ലാണ്ടങ്ങ് ആഘോഷിക്കും. ഇക്കാര്യത്തില് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ അവരെ വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ രണ്ടുപേരും പോകരുത്. അല്ല, എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക, ഈ ഹരിയുടെ കാര്യത്തില് അച്ഛനെന്താ ഇത്ര വലിയ താല്പര്യം? നല്ല മനുഷ്യരോട് നമുക്ക് താല്പര്യം തോന്നുന്നു എന്തുകൊണ്ടാ? അവരുടെ സ്വഭാവശുദ്ധിയുണ്ട്. അച്ഛൻ പറയുന്നത് പോലെ എല്ലാ കഴിവുകളുള്ള ഒരാളാണെങ്കിൽ ഈ ബിസിനസ്സിൽ എങ്ങനെയാ പരാജയപ്പെട്ടു പോയത്? കുറച്ചൊന്നുമല്ല, കോടികളാ നഷ്ടമുണ്ടാക്കി വെച്ചേക്കുന്നത്. കൂടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരുപാട് പ്രതീക്ഷകളും കൊടുത്തു. ഇതിപ്പോ ചതിച്ചതിന് തുല്യായില്ലേ? ഓഹോ, അപ്പൊ രണ്ടുപേരും ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ടാ നിങ്ങളോട് ഈ കാര്യം സംസാരിക്കണമെന്ന് തോന്നിയത്. എന്നെ ദ്രോഹിച്ചവരെയൊന്നും ഞാൻ മറക്കില്ലച്ചാ. ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. ഓരോരുത്തരും അവരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ കണക്കിന് നീ പറയുന്നത് ശരിയാ മോളെ. എന്തെങ്കിലും ആവട്ടെ, അയാൾ ഒരു നല്ല കാര്യത്തിന് ശ്രമിച്ചു, ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. ഇപ്പൊ ഒരു വീഴ്ച പറ്റി, അതിൽ ഇടപെടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുന്നൊരു ചൊല്ലുണ്ടച്ചാ. ഹരി ശ്രമിച്ചത് നേരെ മറിച്ച. അപ്പോ ഈ തകർച്ച സ്വാഭാവികമല്ലേ? ഹരിയേട്ടൻ ഇപ്പൊ കൊണ്ടുപോയി നശിപ്പിച്ചതേ എനിക്ക് കിട്ടേണ്ട അവകാശം. എത്ര തവണ ഞാനത് അച്ഛനോട് ചോദിച്ചതാ. അപ്പൊ കെട്ടിപ്പൊതിഞ്ഞു വെച്ചു. ഇപ്പൊ എന്തായി? മലവെള്ളത്തിൽ ഒളിച്ചു പോയതുപോലെ എല്ലാം പോയില്ലേ? എന്നെങ്കിലും കണ്ടാ ഞാൻ ചോദിക്കു വെച്ച. അക്കാര്യത്തിൽ അച്ഛന് സംശയമൊന്നും വേണ്ട. അച്ഛാ, ഇനിയിപ്പോ ഹരിയുടെ വീഴ്ച വിഷമം തോന്നിട്ട് ഉള്ളതൊക്കെ അവൻ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു കളയല്ലേ? എന്റെ ശത്രുക്കളോടാണല്ലോ അച്ഛന് പ്രിയം. ഞാൻ എന്താ പറഞ്ഞത്, അവരെന്താ കേട്ടത്? അമ്മാവനോട് ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. എവിടെയായിരുന്നു രണ്ടാളും? ഭാർഗവൻ സാറിന്റെ വീട്ടില് കൂടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഒന്നും കാണാതെ പറ്റില്ലല്ലോ. ഞങ്ങള് അങ്ങോട്ടൊന്നും പോയതാ.